Hello dear students, welcome to another online class. We are discussing the first chapter of plus 1 accounting. The name of chapter is Introduction to Accounting. Now today we are discussing the objectives of accounting. പ്രിയപ്പെട്ട കുട്ടികളെ, മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് 1 അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യത്തെ കുറിച്ചാണ്. ഒരു വിവര വിതരണ സമ്പ്രദായം എന്ന നിലയിൽ സ്ഥാപനങ്ങൾക്കകത്തും പുറത്തുമുള്ള ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. സ്ഥാപനത്തിന് പുറത്തുള്ളവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നീ ധനകാര്യ പത്രികകളുടെ രൂപത്തിലാണ്. ഇതിനു പുറമെ മാനേജ്മെൻറ്റിന് ആവശ്യമായ അധിക വിവരങ്ങളും കൃത്യസമയത്ത് അക്കൗണ്ടിങ് നൽകുന്നു. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങളെ നമ്മൾക്ക് 4 തരംതിരിക്കാം. എന്താണ്? അക്കൗണ്ടിങ് ഉപയോക്താക്കൾക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകൾക്ക് സാധാരണമായി ഈ വിവരങ്ങൾ നൽകുന്നത് ധനകാര്യ പത്രികയുടെ രൂപത്തിലാണ്. ധനകാര്യ പത്രിക എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ലാഭനഷ്ടങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന പത്രികകളാണ്. അത് വിശദമായി പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. അതൊരു ചാപ്റ്ററാണ്. ഓക്കെ. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകിയതിന് പുറമെ മാനേജ്മെൻറ്റിന് ആവശ്യമായ അധിക വിവരങ്ങളും കൃത്യസമയത്ത് അക്കൗണ്ടിംഗ് നൽകുന്നുണ്ട്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങളെ നമ്മൾക്ക് 4 തരംതിരിക്കാം. ഏതെല്ലാമാണ് ഈ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ദ ഫോളോയിങ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്. താഴെയുള്ളതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. 1. ടു മെയിൻറ്റെയിൻ ദി റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. വ്യാപാര ഇടപാടുകളുടെ രേഖകൾ പരിപാലിക്കുക. 1. ടു മെയിൻറ്റെയിൻ ദി റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. വ്യാപാര ഇടപാടുകളുടെ രേഖകൾ പരിപാലിക്കുക. 2. ടു ഫൈൻഡ് ഔട്ട് ദി ഓപ്പറേഷണൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ബിസിനസ്. ടു ഫൈൻഡ് ദി ഓപ്പറേഷണൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ബിസിനസ്. വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. 3. ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ടു ഫൈൻഡ് ഔട്ട് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. 4. ലക്ഷ്യം. ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ടു അക്കൗണ്ടിംഗ് യൂസേഴ്സ്. ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ടു അക്കൗണ്ടിംഗ് യൂസേഴ്സ്. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക. ഇങ്ങനെ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങളെ 4 തരംതിരിക്കാം. 1. വ്യാപാര ഇടപാടുകളുടെ രേഖകൾ പരിപാലിക്കുക. വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക. ഓക്കെ. ഇതിൽ ഓരോന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് സർവ്വസാധാരണമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. എക്സ്പ്ലനേഷൻ ഇല്ല എങ്കിൽ പോലും ഈ ഓരോ പോയിന്റ് രേഖപ്പെടുത്തിയാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ്. ഓക്കെ. ഓരോന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. 1. ടു മെയിൻറ്റെയിൻ ദി റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. വ്യാപാര ഇടപാടുകളുടെ രേഖകൾ പരിപാലിക്കുക. വ്യാപാര ഇടപാടുകളുടെ
രേഖകൾ പരിപാലിക്കുക. The main objective of accounting is to identify the business transactions of financial nature and record them in proper books of account. The main objective of accounting is to identify the business transactions of financial nature and record them in proper books of account. സാമ്പത്തിക സ്വഭാവങ്ങളോട് കൂടിയ വ്യാപാര ഇടപാടുകൾ തിരിച്ചറിയുകയും അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ വ്യാപാര ഇടപാടുകൾ തിരിച്ചറിയുകയും അവ ശരിയായ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. എല്ലാ ഇടപാടുകളും കൃത്യമായി ഓർമ്മിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വ്യാപാര ഇടപാടുകൾ കൃത്യതയോടെയും പരിപൂർണമായും രേഖപ്പെടുത്തേണ്ടതാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. എല്ലാ ഇടപാടുകളും കൃത്യമായി ഓർമ്മിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വ്യത്യസ്ത വ്യാപാര ഇടപാടുകൾ വ്യക്തതയോടെയും പരിപൂർണമായും രേഖപ്പെടുത്തേണ്ടതാണ്. ഇറ്റ് ആക്ട് ആസ് എവിഡൻസ്. ഈ റെക്കോർഡുകൾ തെളിവായിട്ട് പ്രവർത്തിക്കുന്നു. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അതുകൊണ്ട് ഈ റെക്കോർഡുകളെ ഭാവി റെഫറൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. വ്യാപാര ഇടപാടുകളുടെ രേഖകൾ പരിപാലിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. കാരണം ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. എല്ലാ ഇടപാടുകളും ഓർമ്മിച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അവ വ്യക്തമായും പരിപൂർണമായും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സാമ്പത്തിക സ്വഭാവങ്ങളോട് കൂടിയ വ്യാപാര ഇടപാടുകൾ തിരിച്ചറിയുകയും അവ ശരിയായ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ രേഖകൾ തെളിവായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ രേഖകളെ ഭാവി റഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, to find out the operational profit or loss of business. വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. ബിസിനസ് ഉടമകൾ അവരുടെ പ്രവർത്തനങ്ങളുടെ കാലാകാലങ്ങളിലുള്ള ലാഭമല്ലെങ്കിൽ നഷ്ടം അറിയാൻ കാത്തിരിക്കുന്നവരാണ്. അതിനുവേണ്ടി ഓരോ വർഷത്തെയും വരവുകളും ചെലവുകളും രേഖപ്പെടുത്തി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടതാണ്. ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എങ്ങനെയാണ് ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുക? വരുമാനവും അതുപോലെ തന്നെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ലാഭമല്ലെങ്കിൽ നഷ്ടം. വരവ് കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ ലാഭവും, ചെലവ് കൂടുതലും വരവ് കുറവുമാണെങ്കിൽ നഷ്ടവുമായിരിക്കും ഉണ്ടായിരിക്കുക. Another objective of accounting is to ascertain profit earned or loss sustained by a business during an accounting period. Another objective of accounting is to ascertain the profit earned or loss sustained by a business during an accounting period. ഒരു അക്കൗണ്ടിംഗ് കാലയളവിനിടയിൽ വ്യാപാര സ്ഥാപനം നേടിയ ലാഭം അല്ലെങ്കിൽ നിലനിൽക്കുന്ന നഷ്ടം കണ്ടുപിടിക്കുക എന്നതാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഒരു അക്കൗണ്ടിംഗ് കാലയളവിൽ ഒരു വ്യാപാര സ്ഥാപനം നേടിയ ലാഭം അല്ലെങ്കിൽ നിലനിൽക്കുന്ന നഷ്ടം നിർണ്ണയിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്?
ഒരു അക്കൗണ്ടിംഗ് കാലയളവിനിടയിൽ ഒരു വ്യാപാര സ്ഥാപനം നേടിയ ലാഭം അല്ലെങ്കിൽ വരുത്തിവെച്ച നഷ്ടം കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ദ ഇൻഫർമേഷൻ അബൌട്ട് ഓപ്പറേഷണൽ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഈസ് അസർടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എങ്ങനെയാണ് ഈ പ്രവർത്തന ഫലം നമ്മൾ കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പേരുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ടാണ് വ്യാപാര സ്ഥാപനം അതിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് ലാഭവും നഷ്ടവും നമ്മൾ കണ്ടുപിടിക്കുക? ഏത് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിക്കൊണ്ടാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലം കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു വർഷത്തെ വരുമാനത്തെ അതേ വർഷത്തെ ചെലവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. എന്താണ് പ്രോഫിറ്റ്? എന്താണ് ലോസ്? പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. ചെലവുകളേക്കാൾ അധികമുള്ള വരുമാനമാണ് ലാഭം. ചെലവിനേക്കാൾ അധികമുള്ള വരുമാനമാണ് ലാഭം. വരുമാനം 1,00,000, ചെലവ് 80,000. അങ്ങനെയാണെങ്കിൽ ചെലവിനേക്കാൾ അധികമായി എത്ര രൂപ വരുമാനമുണ്ട്? 1,00,000 മൈനസ് 80,000 ഇസ് ഈക്വൽ ടു 20,000. 20,000 രൂപയെ നമ്മൾ ലാഭമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നഷ്ടം എന്നാൽ എന്താണ്? ലോസ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ ഇൻകം. വരുമാനങ്ങളെക്കാൾ അധികമുള്ള ചെലവുകളാണ് നഷ്ടം. വരുമാനങ്ങളെക്കാൾ അധികമുള്ള ചെലവുകളാണ് നഷ്ടം. എന്താണ് രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്? ഒരു അക്കൗണ്ടിംഗ് കാലയളവിൽ ഒരു സ്ഥാപനം നേടിയ ലാഭം അല്ലെങ്കിൽ നിലനിൽക്കുന്ന നഷ്ടം കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. ചെലവുകളേക്കാൾ അധികമുള്ള വരുമാനമാണ് ലാഭം. വരുമാനത്തേക്കാൾ അധികമുള്ള ചെലവുകളാണ് നഷ്ടം. അടുത്ത ലക്ഷ്യം, ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. ഓരോ വർഷാവസാനവും ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഓരോ വർഷാവസാനവും ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. Another objective of accounting is to ascertain the financial position of business. വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. The information about financial position of a business is ascertained by preparing a balance sheet. The information about financial position of a business is ascertained by preparing a balance sheet. ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ട് വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ട് വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിർണ്ണയിക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കാനായി തയ്യാറാക്കുന്ന പത്രികകൾക്ക് പറയുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക എന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ആ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിക്കൊണ്ടാണ്.
ഓക്കെ, ബാലൻസ് ഷീറ്റ് ഷോസ് ദ വാല്യൂസ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഒരു ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ കാണുക? നമ്മുടെ വ്യാപാര സ്ഥാപനം സ്വന്തമാക്കിയ ആസ്തികൾ, അവയുടെ വില കാണാം. നമ്മുടെ വ്യാപാര സ്ഥാപനം നൽകേണ്ടതായ കടങ്ങൾ, അതിനെ നമ്മൾ ലയബിലിറ്റീസ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഉടമസ്ഥൻ കൊണ്ടുവന്ന പണം, അതിനെ നമ്മൾ പറയുന്ന പേര് ക്യാപിറ്റൽ. ആസ്തികൾ, ബാധ്യതകൾ, മൂലധനം എന്നിവയുടെ വിലകളാണ് ബാലൻസ് ഷീറ്റിൽ കാണുന്നത്. എന്താണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്? വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നിർണ്ണയിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നു. ആസ്തികൾ, ബാധ്യതകൾ, മൂലധനം എന്നിവയുടെ വിലകൾ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നു. അടുത്ത അവസാനത്തെ ഒബ്ജക്റ്റീവ്, ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ടു അക്കൗണ്ടിംഗ് യൂസേഴ്സ്. ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ടു അക്കൗണ്ടിംഗ് യൂസേഴ്സ്. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിനകത്തും സ്ഥാപനത്തിന് പുറത്തും സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ അക്കൗണ്ടിങ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിങ് യൂസേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇവർക്കെല്ലാം തന്നെ അക്കൗണ്ടിങ് വിവരങ്ങൾ ആവശ്യമാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ അക്കൗണ്ടിങ് യൂസേഴ്സിന് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, നോക്കാം. The result obtained from accounting records should be given to accounting users like management, owners, employees, creditors, governments, etc. The result obtained from accounting records should be given to accounting users like management, owners, employees, creditors, governments, etc. അക്കൗണ്ടിംഗ് റെക്കോർഡുകളിൽ നിന്നും ലഭിച്ച റിസൾട്ടുകൾ മാനേജ്മെൻറ്റ്, ഓണേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് മുതലായ അക്കൗണ്ടിംഗ് യൂസേഴ്സിന് നൽകണം. അപ്പോൾ നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് റെക്കോർഡുകളിൽ നിന്നും ലഭിച്ച റിസൾട്ടുകൾ മാനേജ്മെൻറ്റ്, ഓണേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് മുതലായ അക്കൗണ്ടിംഗ് യൂസേഴ്സിന് നൽകണം. മാനേജ്മെൻറ്റ്, ഓണേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് മുതലായവ പോലുള്ള അക്കൗണ്ടിംഗ് യൂസേഴ്സിന് അക്കൗണ്ടിംഗ് റെക്കോർഡുകളിൽ നിന്നും നേടിയ റിസൾട്ട് നൽകണം. The accounting information generated by the accounting process is communicated in the form of reports, statements, graph and chart to the users. The accounting information generated by the accounting process is communicated in the form of reports, statements, graph and chart to the users. അക്കൗണ്ടിംഗ് പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയ അക്കൗണ്ടിംഗ് വിവരങ്ങൾ അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ എന്നിവയുടെ രൂപത്തിലാണ്. അക്കൗണ്ടിംഗ് പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയ അക്കൗണ്ടിംഗ് വിവരങ്ങൾ അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ എന്നിവയുടെ രൂപത്തിലാണ്. ഓക്കെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്? 1. വ്യാപാര ഇടപാടുകളുടെ രേഖകൾ തയ്യാറാക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക. സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ വ്യാപാര ഇടപാടുകൾ തിരിച്ചറിയുകയും അവ ശരിയായ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രേഖകൾ എവിഡൻസായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടി ഇത് വിനിയോഗിക്കാൻ സാധിക്കും.
2. വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ലാഭമല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുക. ഒരു അക്കൗണ്ടിംഗ് കാലയളവിനിടയിൽ വ്യാപാര സ്ഥാപനം നേടിയ ലാഭം അല്ലെങ്കിൽ നിലനിൽക്കുന്ന നഷ്ടം കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് നിർണ്ണയിക്കുന്നു. ലാഭം എന്ന് പറഞ്ഞാൽ ചെലവുകളേക്കാൾ അധികമുള്ള വരുമാനമാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ വരുമാനങ്ങളെക്കാൾ അധികമുള്ള ചെലവുകളാണ് നഷ്ടം. 3. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നിർണ്ണയിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ട് ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നു. ആസ്തികൾ, ബാധ്യതകൾ, മൂലധനം എന്നിവയുടെ വിലകളാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. അടുത്തത്, അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക. മാനേജ്മെൻറ്റ്, ഓണേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് മുതലായവ പോലുള്ള അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് അക്കൗണ്ടിംഗ് റെക്കോർഡുകളിൽ നിന്നും നേടിയ റിസൾട്ടുകൾ നൽകണം. അക്കൗണ്ടിംഗ് പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയ അക്കൗണ്ടിംഗ് വിവരങ്ങൾ അക്കൗണ്ടിംഗ് യൂസേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത് റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ എന്നിവയുടെ രൂപത്തിലാണ്. ഈ 4 പ്രധാനപ്പെട്ട പോയിന്റുകളും കൃത്യമായി നിങ്ങൾ എഴുതിയെടുക്കണം. ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കുകയും വേണം. പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, താങ്ക് യു.